നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള തീരത്തോട് ചേർന്ന് തീപിടിച്ച വാൻഹായ് 503 കപ്പലിൽ നിന്ന് താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ അത് ഇന്നും നാളെയുമായി തീരത്ത് അടിയാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. എന്തായാലും കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞു തുടങ്ങി. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയ്ക്കടുത്ത് വളഞ്ഞ വഴി കാക്കാഴം കടപ്പുറത്ത് ഒരു കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു ലൈഫ് ബോട്ട് പറവൂർ അറപ്പപ്പൊഴി തീരത്ത് അടിയുകയുണ്ടായി. ഇതിൽ വാൻഹായ് 503 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ പിടിച്ച കപ്പലിൽ നിന്നുള്ളതാണ് എന്നാണ് നിഗമനം. ആലപ്പുഴ ജില്ലയിൽ അടിഞ്ഞ കണ്ടെയ്നർ സിംഗപ്പൂർ കപ്പലായ വാൻഹായിൽ നിന്നുള്ളതാണെന്നാണ് നിലവിലെ നിഗമനം. എന്തായാലും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ വിവരം അധികൃതരോട് അറിയിക്കുകയായിരുന്നു. എന്തായാലും കൂടുതൽ പരിശോധിച്ച ശേഷം ഇത് ആ കപ്പലിൽ നിന്ന് വന്ന കണ്ടെയ്നർ തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കൊച്ചിയുടെ പുറംകടലിൽ തീ പിടിച്ച കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും തീരത്തേക്ക് എത്തി തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കും ജനങ്ങൾക്കുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിരുന്നു. കൊച്ചി, ആലപ്പുഴ, കൊല്ലം തുടങ്ങിയ തീരങ്ങളിൽ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ അടക്കം അടിയുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയത്. ഇന്നലെ രാത്രി കൊല്ലം ആലപ്പാട് തീരത്ത് ഭാഗികമായി കത്തിയ നിലയിൽ ഒരു ബാരൽ അടിഞ്ഞു. കത്തിയ വാൻഹായ് കപ്പലിനെ സുരക്ഷിത അകലത്തിലേക്ക് വലിച്ചെത്തിച്ചതായി കോസ്റ്റ് ഗാർഡ് നാവികസേനയും വ്യക്തമാക്കിയിരുന്നു. നിലവിൽ 57 നോട്ടിക്കൽ മൈൽ അകലെയുള്ള കപ്പലിൽ നിന്ന് ഇടയ്ക്ക് പുക ഉയരുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കപ്പലിൽ തീ പിടിച്ച സമയത്ത് കാണാതായ 4 പേർ, അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മറ്റ് പരിക്കേറ്റവരുടെ ചികിത്സയും നടക്കുകയാണ്. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തു നിന്നും 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് കടലിൽ കഴിഞ്ഞ തിങ്കളാഴ്ച സിംഗപ്പൂർ കപ്പലായ വാൻഹായ് 503 പൊട്ടിത്തെറി ഉണ്ടായത്. ഈ കപ്പലിനെ കേരള തീരത്ത് നിന്ന് 50 നോട്ടിക്കൽ മൈൽ അകലെ 1000 മീറ്ററിലധികം ആഴമുള്ള കടലിൽ എത്തിച്ചിരുന്നു. ഇതോടെ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഒഴിഞ്ഞു മാറിയത്. കപ്പലിലെ കനത്ത പുക അടങ്ങിയിട്ടില്ലെങ്കിലും തീ നിയന്ത്രണ വിധേയമായി എന്ന് അധികൃതർ അറിയിച്ചിട്ടുള്ളതും ഏറെ ആശ്വാസകരം. 2 ടക്കുകൾ ഉപയോഗിച്ച് കപ്പലിനെ വലിച്ചു നീക്കിയിരുന്നു. അതിനൊപ്പം തീ കെടുത്താൻ ശ്രമവും നടത്തിയിരുന്നു. കപ്പലിൽ പരിശോധന നടത്തി, പക്ഷേ കാണാതായ 4 ജീവനക്കാരെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അവരെ കണ്ടെത്തുക എന്നത് ഒരു കനത്ത വെല്ലുവിളി തന്നെയാണ്. ഒരാഴ്ച നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിലാണ് കോസ്റ്റ് ഗാർഡും നാവികസേനയും കപ്പലിനെ സുരക്ഷിത മേഖലയിലേക്ക് എത്തിച്ചത്. തീയണയ്ക്കാനും ഉരുക്ക് ചട്ടക്കൂടിനെ തണുപ്പിച്ച് ഇന്ധന ടാങ്കിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കാനുമുള്ള ദൗത്യമാണിപ്പോൾ പുരോഗമിക്കുന്നത്. ഈ കോസ്റ്റ് ഗാർഡ്, നാവികസേന എന്നിവയുടെ കപ്പലുകളും വിമാനങ്ങളുമാണ് തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കോസ്റ്റ് ഗാർഡ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഈ ഒരു തീയതികളിൽ തന്നെ ഈ ഒരു കണ്ടെയ്നറുകൾ എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗത്തും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരങ്ങളുമായി വന്നടിയാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കപ്പലിൽ നിന്ന് വീണതെന്ന് സംശയിക്കുന്നതായ ഒരു വസ്തുവും കടൽ തീരത്ത് കണ്ടാൽ പൊതുജനങ്ങൾ സ്പർശിക്കാൻ പാടുള്ളതല്ല എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 200 മീറ്ററെങ്കിലും അകലം പാലിച്ച് മാത്രം നിൽക്കണം. മാത്രമല്ല, ഇത്തരം വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ 112 എന്ന നമ്പറിൽ വിളിച്ച് വസ്തു കാണപ്പെട്ട സ്ഥലം എവിടെയാണെന്ന വിവരം അറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും കണ്ണൂർ അഴീക്കൽ പോർട്ടിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ജൂൺ 9 ദുരന്തമുണ്ടായത്. രാവിലെ 9:30 കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചത്. ഉച്ചയ്ക്ക് 12:45 കപ്പലിന് തീ പിടിക്കുകയായിരുന്നു. കപ്പലിൽ 22ഓളം പേരുണ്ടായിരുന്നു. ലൈഫ് ബോട്ടിൽ കടലിൽ ചാടിയ ക്യാപ്റ്റൻ ഉൾപ്പെടെ 18 ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്ന വിവരമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. എന്തായാലും ഈ ഒരു കപ്പലിനെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞു എന്നത് നാവികസേനയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ്. എത്ര ദിവസത്തോളമാണ് ഈ കപ്പൽ നടുകടലിൽ നിന്ന് കത്തിയത്? അത് തീ അണയ്ക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല, ഈ കണ്ടെയ്നറുകളിൽ അപകടകാരികളായ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നമ്മെ വലിയ രീതിയിലാണ് ആശങ്കയിലാഴ്ത്തിയത്. ടൗൺ ലൈൻ കെട്ടിയാണ് കപ്പലിനെ നിയന്ത്രണത്തിലാക്കിയത്. ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ചേർന്ന് ദിവസങ്ങളായി നടത്തുന്ന പരിശ്രമമാണ് വിജയത്തിലേക്ക് എത്തിയത്. നേരത്തെ കോസ്റ്റ് ഗാർഡ് കെട്ടിയ ടൗൺ ലൈൻ കടൽ പ്രക്ഷുബ്ധമായതോടെ പൊട്ടിപ്പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് ടൗൺ ലൈൻ വീണ്ടും ബന്ധിപ്പിക്കുകയായിരുന്നു. കൂടുതൽ ഉൾക്കടലിലേക്ക് കപ്പലിനെ നീക്കുന്ന ജോലികളൊക്കെ തുടങ്ങിയിരുന്നു. എന്തായാലും അതൊക്കെ ഏറെക്കുറെ വിജയകരമായി എന്നത് ഏറ്റവും ആശ്വാസകരം. നാവികസേനയുടെ ഹെലികോപ്റ്റർ വഴിയായിരുന്നു വാൻഹായ് 503 സാൽവേജ് ക്രൂവിനെ ഇറക്കിയത്. കപ്പലിൽ നിന്ന് പുക ഉയർന്ന സാഹചര്യം നിലനിന്നിരുന്നു. നിന്ന് കത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ നാവികസേനയ്ക്ക് കഴിഞ്ഞു എന്നത് ഏറ്റവും ആശ്വാസകരം. അതേസമയം വാൻഹായ് 503 അപകടവുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. മുഖ്യമന്ത്രിക്കും കോസ്റ്റൽ ഐജിക്കും യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. കപ്പലിലുള്ളത് സ്ഫോടക വസ്തുക്കളും മാരക വിഷപദാർത്ഥങ്ങളുമാണെന്നും കേരള ജനതയും പരിസ്ഥിതിയും ഇത് ബാധിക്കുമെന്നും മത്സ്യസമ്പത്തിനെ ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
മാത്രമല്ല കപ്പലിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. അട്ടിമറി സാധ്യത പരിശോധിക്കണമെന്നും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തെ തകർക്കാൻ നീക്കം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യവും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ചൈന ഇന്ത്യക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ്. ഈ കപ്പൽ അപകടത്തിൽ MV വാൻഹായ് 503 എന്ന ചരക്ക് കപ്പലിലെ ജീവനക്കാരെ വിജയകരമായി രക്ഷപ്പെടുത്തിയതിന് ഇന്ത്യയോട് നന്ദി പറഞ്ഞ് ചൈന. കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാരിൽ 14 പേരും ചൈനീസ് പൗരന്മാരായിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെയും മുംബൈ കോസ്റ്റ് ഗാർഡിന്റെയും സമയബന്ധിതവും മാത്രമല്ല അവരുടെ പ്രൊഫഷണൽ പരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇതെല്ലാം ആണ് അവരെ രക്ഷിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നന്ദി അറിയിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് കുറിച്ചത്. എക്സിലൂടെയായിരുന്നു ഇത്തരത്തിലുള്ള നന്ദി പ്രകടനം നടത്തിയത്. ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ നവശേവ തുറമുഖത്തേക്ക് പോയ സിംഗപ്പൂർ പതാകയുള്ള ചരക്ക് കപ്പലിനായിരുന്നു തീപിടിച്ചത്. കപ്പലിലുണ്ടായിരുന്ന അപകടകരമായ വസ്തുക്കളുടെ കാർഗോ മാനിഫെസ്റ്റ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നു. അത്യന്തം അപകടകരമായ 157 ഇനങ്ങളായിരുന്നു ഈ കപ്പലുണ്ടായിരുന്നത്. ആദ്യം ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടിരുന്നു. ആ കപ്പലിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അപകടകാരികളായ വസ്തുക്കളാണ് രണ്ടാമത്തെ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. തീ പിടിക്കുന്നതും വെള്ളത്തിൽ കലർന്നാൽ അപകടകരമാകുന്നതുമായ രാസവസ്തുക്കളായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കൊച്ചിയിൽ ഉന്നതതല യോഗം അടക്കം ചേർന്നിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് യോഗം വിളിച്ചത്. യോഗം ചേർന്നു. വേണ്ട നടപടികൾ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു. സർക്കാർ പ്രതിനിധികളടക്കം യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും ഈ തുടരെ ഉണ്ടാകുന്ന കപ്പൽ അപകടം വലിയ രീതിയിലുള്ള ആശങ്കയാണ് കേരള തീരത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആശങ്ക എന്നതിലുപരി ചില സംശയങ്ങളിലേക്ക് കൂടി ഇത് വഴി മാറ്റുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മത്സ്യത്തൊഴിലാളികളെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന അപകടമാണ് തുടരെ ഈ ഒരു കേരള തീരത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഒരു കപ്പൽ അത് അപകടത്തിൽപ്പെടുന്നു, അതിൻ്റെ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു, അതിൽ ആ കണ്ടെയ്നറുകളിലുള്ള മാരകമായ വസ്തുക്കൾ കടലിൽ കലരുന്നു അല്ലെങ്കിൽ വ്യാപിക്കുന്നു എന്നതടക്കം ുള്ള വിവരമൊക്കെ വലിയ രീതിയിലുള്ള ആശങ്ക ദിവസങ്ങളോളം സൃഷ്ടിക്കുന്നു. പലരും മീൻ കഴിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അത് ഈ ഒരു തീർച്ചയായിട്ടും ഈ മീൻപിടുത്തക്കാർ അതായത് മത്സ്യബന്ധന തൊഴിലാളികളെ വലിയ രീതിയിൽ അത് ആശങ്കയിലാഴ്ത്തുന്നു. അതിന് പിന്നാലെയാണ് അടുത്ത് ഈ വാൻഹായി വന്ന് നടുകടലിൽ തീ പിടിച്ചത്. അപ്പോൾ അതും ഉണ്ടാക്കിയത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ തുടരെ ഈ കേരള തീരത്ത് കപ്പൽ അപകടമുണ്ടാകുന്നു, കണ്ടെയ്നറുകൾ വീഴുന്നു, ആ കണ്ടെയ്നറുകളിലുള്ള അപകടകരമായ വസ്തുക്കൾ കടലിൽ വ്യാപിക്കുന്നു. ഇതുണ്ടാക്കുന്ന ഒരു ആശങ്കയും അതുപോലെ തന്നെ ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പങ്ങൾ അത് വലുത് തന്നെയാണ്. എന്തായാലും മെയ് 25 കൊച്ചി പുറംകടലിൽ വിഴിഞ്ഞത്തുനിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പൽ മുങ്ങിയതിൻ്റെ ആഘാതം മാറും മുമ്പായിരുന്നു വീണ്ടും അപകടമുണ്ടായത്. എന്തായാലും ഈ കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞു തുടങ്ങി. തീർച്ചയായിട്ടും ജാഗ്രതയോടെ ആയിരിക്കുക. അധികൃതർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.